ഫ്രണ്ട്സ്, കുക്കറോ കുഴിയോ ഒന്നുമില്ലാതെ ഒരു ഈസി ആയിട്ടുള്ള കുഴിമന്തിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കുഴിമന്തിക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൈസും ലെഗ്സും കൂടി ചേർന്നിട്ടുള്ള 4 പീസ് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ചിക്കനിൽ പുരട്ടാനുള്ള ഒരു മന്തി മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങയുടെ തൊലി ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ്, കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് ഒക്കെ വേണം. ഇത് ആദ്യം തന്നെ നമുക്ക് ഈ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങയുടെ തൊലി ഇപ്പോൾ ചേർക്കുന്നില്ല, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അത്രയും തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കുരുമുളക് ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ആ നാരങ്ങയുടെ തൊലിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ കൂട്ടിലേക്ക് കുറച്ച് സവാള ഉണക്കി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഒണിയൻ പൗഡർ. ഞാനിതിപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ അതിന് പകരം മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് വാങ്ങിച്ചിട്ടാൽ മതി, ഒരെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളിൽ മസാലയ്ക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. ഞാൻ ഈ ചിക്കനിൽ എളുപ്പത്തിൽ മസാല പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിച്ച് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നന്നായിട്ട് മസാല പിടിക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്താനായിട്ട് വെക്കാനാണ്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എപ്പോഴും ബിരിയാണിക്കും മന്തിക്കൊക്കെ അരി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമലി വെക്കുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയുടെ രീതിയിലുള്ള ഒരു അരിയാണിത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത ഉടഞ്ഞൊന്നും പോവില്ല, നല്ല നീളത്തിലുള്ള അരിയുമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മന്തിക്കും ബിരിയാണിക്കൊക്കെ റൈസ് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള റൈസ് നോക്കിയിട്ട് വാങ്ങണം. റൈസ് ശരിയായ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ പിന്നെ ഒരു പകുതി ജോലിയും കഴിഞ്ഞ് കിട്ടി. ഞാൻ ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മുടെ മന്തിയുടെ റൈസ് ഒരു നേരിയൊരു മഞ്ഞ കളറിലായിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ അരി ഒരു 1/2 മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്കിത് അരിപ്പയിൽ അരിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറോ കുഴിയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ കുഴിമന്തി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിലാണ് ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്. ഈ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വഴനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് സവാളയും കൂടി കൊത്തിയരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാലും ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു 75% വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ അരിയുടെ മീതെ വെച്ചിട്ടാണ് ബാക്കി വേവ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ അടിയിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ സവാളയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ കരിഞ്ഞൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്കിനി ബാക്കി ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണോട്ടോ, എന്നാലും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വറക്കാനായിട്ടും ഈ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്.
ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായി, വഴനയിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മന്തി റൈസൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നെയ്യോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യാതെ ഓയിൽ തന്നെ യൂസ് ചെയ്യണമായിരിക്കുള്ളൂ ബെറ്റർ. നെയ്യും ബട്ടറൊക്കെ യൂസ് ചെയ്താൽ വേറൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. ശരിക്കും ആ ചിക്കൻ ബിരിയാണിയുടെയൊക്കെ ഒരു ഫ്ലേവർ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞെട്ടോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. ഈ അരി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അരി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 2.5 കപ്പ് അരി എടുത്തപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റായിട്ട് വരും. ചില ക്വാളിറ്റി കുറവിൻ്റെ അരിയൊക്കെ ആണെങ്കിൽ 1.5 കപ്പൊക്കെ വെള്ളം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഇത് 2 കപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അത്യാവശ്യം നല്ല വേവുള്ള ഒരു അരിയാണിത്, അതുകൊണ്ടാണ് 2 കപ്പ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 80% നമുക്ക് അരി വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഈ മന്തിക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും മന്തിക്ക്. അത്യാവശ്യം ഒരു മഞ്ഞ കളർ ഉണ്ട് റൈസിന്, എന്നാലും കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആവാനായിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ മഞ്ഞൾപ്പൊടിയും വെള്ളമാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഉണക്കനാരങ്ങയൊക്കെയാണ് അറബിക് മന്തിയിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ഉണക്കനാരങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ ഈ പച്ചമുളകൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഒറിജിനലായിട്ടുള്ള അറബിക് മന്തിയിൽ ഈ ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ വെക്കുന്നത്. ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് ഫോയിൽ പേപ്പർ നന്നായിട്ട് ചുറ്റിയിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അടിയിൽ വേണമെങ്കിൽ ഒരു പാത്രം എക്സ്ട്രാ വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഇത് വെക്കാം. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെയൊക്കെ കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഈ മന്തി റൈസിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു ടൊമാറ്റോ സൽസ ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, 2 തക്കാളി, പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൽസ റെഡിയാവും. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുഴിമന്തി ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ. അതുപോലെ തന്നെ റൈസും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റൈസ് നോക്കിയെടുക്കാം. മന്തി റൈസ് മാത്രമല്ല, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള റൈസ് നോക്കിയെടുക്കുക. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് ഈ റൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങളിപ്പോൾ റൈസൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന വഴനയിലയും പച്ചമുളകൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട്. ഞാനിപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മന്തി റൈസ് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും.
നല്ല നീളത്തിലുള്ള റൈസ് ആയിരിക്കും ഈ ഒരു മന്തി റൈസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ആണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. നോർമലി റൈസിൻ്റെ വില മറ്റുള്ളതിനേക്കാൾ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെയല്ലേ ഈ റൈസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ റൈസ് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം. മന്തി റൈസ് അങ്ങനെയാണല്ലോ, റൈസ് വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 2 മണിക്കൂറൊക്കെ മാരിനേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മന്തി മസാലയാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്ന ഒരു കുഴിമന്തിയുടെ റെസിപ്പിയാണിത്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയും കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാം തൊലി കളഞ്ഞത് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമലി മന്തി റൈസിൽ ബദാമാണ് അവർ കൂടുതൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ബദാമും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളത് എന്താണോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്